നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഹിന്ദു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ RM മനക്കിലാത്ത് സ്മാരക സംസ്ഥാനതല മാധ്യമ പുരസ്കാര സമർപ്പണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. കോലടി പൂവണി ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ഒല്ലൂർ പടവരാട് കിണറ്റിൽ വീണയാളെ അഗ്നിശമന സേനയെത്തി രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ അനുമതി നൽകിയില്ലെന്ന പേരിൽ പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. മൂവാറ്റുപുഴയിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. ഇടതുപക്ഷവും കോൺഗ്രസും ഇവരെ പിന്തുണയ്ക്കുകയാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനകളാണ് മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം മതേതരമാകണമെന്ന് പറയുന്നവരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാധിപത്യം അടിച്ചേൽപ്പിക്കുന്നത്. മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് മതക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഇടമുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. പ്രകോപനമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ BJP സംരക്ഷണമൊരുക്കും. മൂവാറ്റുപുഴയിലുണ്ടായ വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ ചില സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് കേവലം യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു. മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത്. അവർക്കവിടെ നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. കേരളത്തിൽ പരിചിതമല്ലാത്ത കാര്യങ്ങളാണിത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഭീഷണിയാണ്. അതാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടത്. വളരെ പ്രകോപനപരമായ നിലപാടുമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചില കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില റാഡിക്കൽ എലിമെൻറ്റ്സ് ആണ്, ചില മതതീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. നേരത്തെയും അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൈവെട്ടു കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ? എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ? എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത്? നരേന്ദ്രമോദി സർക്കാർ എങ്ങാനും ഭരണത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ തോക്കെടുത്ത ആളുകൾ തെരുവിലിറങ്ങുമായിരുന്നു കേരളത്തിൽ. കാശ്മീരിലും മറ്റ് സംഭവിച്ചതുപോലെ തോക്കുമായിട്ട് തീവ്രവാദികൾ കേരളത്തിൽ ഇറങ്ങുമായിരുന്നു. ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിന് മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ തോക്കുമെടുത്ത് കേരളത്തിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുമായിരുന്നു. എന്തുമാത്രം തീവ്ര ചിന്താഗതിക്കാരാണ് പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു വേണ്ടിയുള്ള വലിയ ബഹളം നാം കണ്ടു.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഒരു വിഭാഗം ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ പ്രകോപനം ഉണ്ടാക്കി. കേരളത്തിലെ മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് ആവർത്തിച്ചു. ഇതിപ്പോൾ തുടരുകയാണ്. ഇത് കേരളത്തിന് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കേരള ആരോഗ്യ സർവകലാശാലയിലെ സ്ഥാനമൊഴിഞ്ഞ രജിസ്ട്രാർ ഡോക്ടർ AK മനോജ് കുമാറിന് യാത്രയപ്പും പുതിയ രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാറിന് സ്വീകരണവും നൽകി. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി അന്തരിച്ച ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിൽ വിവിധ ആയുർവേദ സംഘടനകൾ സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ ബെസ്റ്റ് റിസർച്ചർ അവാർഡ് നേടിയ ഡോക്ടർ KB സുധികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ D രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മോസസ് സ്വാഗതം പറഞ്ഞു. ഔഷധി MD ഡോക്ടർ TK ഹൃത്തിക്, ഡോക്ടർ C രത്നാകരൻ, ഡോക്ടർ M അർജുനൻ, ഡോക്ടർ വിജയൻ നങ്ങേലിൽ, ഡോക്ടർ D ജയൻ, ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷിബു, ഡോക്ടർ NL സെബാസ്റ്റ്യൻ, സജീവ് കുറുപ്പ്, ഡോക്ടർ KS നന്ദലാൽ, ജോയച്ചൻ K എരിഞ്ഞേരി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ S ഗോപകുമാർ, ഡോക്ടർ AK മനോജ് കുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. റോഡ് സുരക്ഷയെക്കുറിച്ച് അവബോധ ക്ലാസ് നടത്തി. സമകാലിക ജീവിതത്തിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. റോഡ് നിയമങ്ങളിലെ അറിവില്ലായ്മ മൂലം നിരവധി ജീവനുകൾ പൊതുനിരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഈയൊരവസ്ഥയിൽ പാവറട്ടി CKC സ്കൂളിലെ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് അറിവുണ്ടാക്കുന്നതിനു വേണ്ടി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഷീൻ തെരേസയുടെ നേതൃത്വത്തിൽ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GOJ വാഴപ്പള്ളി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി. റോഡ് നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചും വളരെ രസകരമായ രീതിയിൽ ക്ലാസ് നൽകി. കുട്ടികളുടെ സംശയങ്ങൾക്ക് ആവശ്യമായ വിശദീകരണങ്ങളും നൽകി. സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ തട്ടിപ്പുകാർക്കെതിരെ കരുതിയിരിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകളെക്കുറിച്ചും ആഘാതത്തെക്കുറിച്ചും പ്രതിരോധിക്കാനുള്ള സുരക്ഷാ മാർഗത്തെക്കുറിച്ചും ഒരു മാസം മുൻപ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും നിർദ്ദേശങ്ങൾ നൽകി. ധാരാളം മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് ചമഞ്ഞു വിളിക്കുന്ന തട്ടിപ്പു രീതിയിലൂടെ സൈബർ ഫ്രോഡുകളുടെ ഇരകളാകുന്നുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസിന്റെയും ജില്ലാ പോലീസിന്റെയും സാമൂഹ്യ മാധ്യമ പോർട്ടലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374.
ഉറങ്ങണില്ല. ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ RM മനക്കിലാത്ത് സ്മാരക സംസ്ഥാനതല മാധ്യമ പുരസ്കാര സമർപ്പണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗം V മുരളി RM മനക്കിലാത്ത് അനുസ്മരണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗം ശശികുമാർ കൊടക്കാടത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, പ്രസ് ക്ലബ് സെക്രട്ടറി TD ഫ്രാൻസിസ്, ട്രഷറർ CK വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, നിത്യസാഗർ, ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, സെലക്ട് മുഹമ്മദ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ശില്പവും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും ഉൾപ്പെടുന്നതാണ് ഈ പുരസ്കാരം. തീർച്ചയായും ഗാന്ധിജി മുന്നോട്ട് വച്ച ആദർശാത്മകമായിട്ടുള്ള ജീവിത പരിസരത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട വളരെ ഗുണകരമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള വ്യക്തി വിശേഷങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള മുൻകൈയിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രവർത്തകർക്ക് പക്ഷേ വിഷലിപ്തമായ വിധത്തിൽ സ്പർദ്ധയും അസഹിഷ്ണുതയും അപരവിദ്വേഷവും നിറഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് സംഭാവന ചെയ്യുന്നവരായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ മാറിപ്പോകുന്നില്ലേ എന്നുള്ള ഒരു സ്വാഭാവിക സംശയം ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനിവിടെ ഉന്നയിക്കുകയാണ്. ഓരോ മാധ്യമ പ്രവർത്തകരും വിമർശനാത്മകമായ രീതിയിൽ ആത്മവിമർശനത്തിന്റെ സമീപനത്തോടെ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിക്കേണ്ട ചുമതല കൂടി മനക്കലാത്തിനെ പോലെയുള്ളവരെ അനുസ്മരിക്കുമ്പോൾ ഏറ്റെടുക്കുന്നുണ്ട്, അല്ലേ? IMA ഡിസ്ട്രിക്ട് കമ്മിറ്റിയും ഇന്ത്യൻ റെസിഡൻസ് അസോസിയേഷൻ ചിറയത്ത് മഞ്ഞിൽ കുടുംബയോഗത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പ്രഥമ ശുശ്രൂഷ പരിശീലനം കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബയോഗം പ്രസിഡന്റ് ഫ്രാൻസിസ് പോൾ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പോൾ എ റാഫേൽ, ഡോക്ടർ ബിനിൽ ഐസക് മാത്യു, ഡോക്ടർ സാജൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഡോക്ടർ ജോയ് മഞ്ഞില, സിസ്റ്റർ ആഗ്നസ് ആന്റോ എന്നിവർ ആശംസകൾ നേർന്നു. മുക്കാട്ടുകര ബത്ലഹേം കോൺവെന്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുടുംബയോഗം സെക്രട്ടറി റിൻഡോ മഞ്ഞില സ്വാഗതവും CA ബാബു നന്ദിയും പറഞ്ഞു. കോളനി ശ്രീ പൂവണി ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. പൂജയിൽ ശങ്കരൻ തിരുമേനിയും ക്ഷേത്ര മേൽശാന്തി മനോജ് തിരുമേനിയും കീഴ്ശാന്തി കൃഷ്ണൻ തിരുമേനിയും പങ്കെടുത്തു. ഒല്ലൂർ പടവരാട് വീട്ടുകിണറിൽ വീണയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഒല്ലൂർ പടവരാട് ക്രൈസ്റ്റ് നഗർ സ്വദേശി ആലപ്പാട് വീട്ടിൽ 60 വയസ്സുള്ള ഫ്രാൻസിസിനെയാണ് തൃശൂർ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. വീട്ടുമുറ്റത്തെ ആഴമുള്ള കിണറിൽ സ്ഥാപിച്ച മോട്ടോറിന്റെ പൈപ്പ് ശരിയാക്കാൻ കിണറ്റിലിറങ്ങിയ ഫ്രാൻസിസ് തിരികെ കയറാൻ കഴിയാതെ അകപ്പെടുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ ഇയാൾ കിണറ്റിൽ അകപ്പെട്ട വിവരം സമീപവാസികൾ വൈകുന്നേരം 6 മണിയോടെയാണ് അറിയുന്നത്. ഉടൻ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീഹരി, ശിവദാസൻ, രാകേഷ്, ബിജോയ്, ഈനാശു, ദിനേശ്, അനിൽജിത്ത്, ഷജിൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ക്ഷീരവികസന വകുപ്പിന്റെയും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കായി ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ക്ഷീര കർഷക സമ്പർക്ക പരിപാടിയിൽ സംഘത്തിന്റെ പരിധിയിലുള്ള ക്ഷീര കർഷകർക്ക്
ക്ഷീരവികസന രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനും കർഷകരുടെ പ്രായോഗികമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും ക്ഷീര കർഷകരുടെ പ്രാദേശികമായ വിഷയങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികളെക്കുറിച്ച് ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ കെ ജയലക്ഷ്മി, ഒല്ലൂക്കര ഡയറി ഫാം ഇൻസ്പെക്ടർ സ്മൃതി വാസുദേവൻ എന്നിവർ ക്ലാസ്സെടുത്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി സാബു, സംഘം ഭരണസമിതി വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ സംസാരിച്ചു. എഴുതി നമ്മുടെ ഓഫീസിൽ സമർപ്പിക്കുന്ന രീതിയൊക്കെ കണ്ട് അങ്ങനെയാണോ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ അറിയോ? ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ചെയ്യുന്നത് ഓൺലൈനാണ്. അപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ മുഖേനയാണെന്ന് അറിയോ? നിങ്ങൾ എന്തിനെങ്കിലും അപ്ലൈ ചെയ്തിരുന്നോ? കഴിഞ്ഞ വർഷം നമ്മള് ഡിപ്പാർട്ട്മെന്റിന്റെ ₹1 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ₹1 വെച്ചിട്ട് ഏപ്രിൽ മാസത്തില് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അളന്ന പാലിന് ₹1 വെച്ച് അത് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയത് ഈ ക്ഷീരശ്രീ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മുഖേനയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കിട്ടിയിട്ടുള്ള ആരൊക്കെയാ കൈപ്പൊക്കിയത്? അക്കൗണ്ട് നോക്കാറുണ്ട്? ആരെങ്കിലും നോക്കിയിട്ടുണ്ട് അല്ലേ? നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾ എല്ലാവരും ഈ സോഫ്റ്റ്വെയർ മുഖേനയാണ് ആ ₹1 നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. അറിയോ അത്? അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളുടെ കയ്യില്? ഒരു സ്മാർട്ട് ഐ ഡി ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. അറിയോ? ഇവിടെ ഇപ്പൊ ഡേവിസിന്റെ അടുത്തായിരിക്കും ആ നമ്പറുകളൊക്കെ ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ നമ്പറുകൾ? ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഗീതം സംഗീതം 8ാമത് വാർഷികാഘോഷം സാഹിത്യ അക്കാദമി ഹാളിൽ മേഘരാഗങ്ങൾ എന്ന ഗാനസന്ധ്യ നടന്നു. പ്രേംസാഗർ, രഞ്ജിനി അനിൽ എന്നിവരാണ് അവതാരകർ. പശ്ചാത്തലത്തിൽ MD പോളിയും സംഘവും 30 ഗായകരും ഗാനങ്ങൾ അവതരിപ്പിച്ചു. തൃശൂർ അയ്യന്തോൾ കോസ്റ്റ്ഫോർഡ് ഹാളിൽ നടക്കുന്ന സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ മദ്യപാന ജീവിതത്തിലെ ദുരിതങ്ങളും മദ്യമുക്തി ജീവിതത്തിലെ സന്തോഷങ്ങളും പ്രതീക്ഷകളും പങ്കുവെച്ച് മദ്യപാനത്തിൽ നിന്നും മോചിതരായ 200-ൽ പരം കുടുംബങ്ങൾ ഒത്തുചേർന്നു. ഇനിയും ദുരിതം അനുഭവിക്കുന്ന മദ്യപാനികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് വിവിധ ജില്ലകളിൽ നിന്നും വന്ന ആൽക്കഹോളിക് അനോണിമസ് അംഗങ്ങൾ സകുടുംബം തൃശൂരിലെ അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപത്തെ കോസ്റ്റ്ഫോർഡ് ഹാളിൽ ഒത്തുചേർന്നു. തൃശൂർ കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് ഷീല റാഫേൽ മുഖ്യാതിഥിയായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങിയ യോഗ പരിപാടികൾ ഉച്ചയ്ക്ക് 1:30 ഭക്ഷണത്തോടെ അവസാനിച്ചു.
മറിച്ച് ഒരു കൂട്ടായ്മയുടെ ഒരുമിച്ച് സൃഷ്ടിച്ച ശക്തിയും ധൈര്യവും പിന്തുണയും ഉൾക്കൊള്ളുന്നതാണ്. ഇന്ന് നാം ഇവിടെ ഈ 3 വർഷം ആഘോഷം മാത്രമല്ല, ഇവിടുത്തെ ഓരോ വ്യക്തിയുടെയും ധൈര്യത്തിന്റെയും വളർച്ചയുടെയും കഥകളെയാണ് ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹിന്ദു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ RM മനക്കിലാത്ത് സ്മാരക സംസ്ഥാനതല മാധ്യമ പുരസ്കാര സമർപ്പണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. കോലഴി പൂവണി ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ഒല്ലൂർ പടവരാട് കിണറ്റിൽ വീണയാളെ അഗ്നിശമന സേനയെത്തി രക്ഷപ്പെടുത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.